ഹലോ, ഇറ്റ്സ് മീ ഗീതോസ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും. അപ്പോൾ വെക്കേഷനൊക്കെ എല്ലാവർക്കും എങ്ങനെ പോയി? എനിക്കിതങ്ങനെ പോയിട്ടാ. നമ്മുടെ ചക്ക സീസൺ വെക്കേഷനിലാണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ പഴുത്ത ചക്ക തിന്ന് എനിക്ക് മതിയായി. അപ്പോൾ വിചാരിച്ചു ഇടിച്ചക്ക കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാത്ത. അപ്പോൾ ആദ്യം തന്നെ മരത്തിൽ പോയിട്ട് ചെറിയൊരു ചക്ക നോക്കിയിട്ട് വലിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ പശ പോകാൻ വേണ്ടി കുറച്ച് നേരം കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ കൊടുവാളയിൽ വന്നിട്ട് വെളിച്ചെണ്ണ തേക്കുന്നുണ്ട്, കാരണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനേ. അപ്പോൾ എൻ്റെ കയ്യിലും പിന്നെ കൊടുവാളിലൊക്കെ നന്നായി തേച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കൊടുവാളിൽ ഇട്ട് പിടിച്ചാൽ പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ തന്നെയാണ് കേട്ടോ വെട്ടിയത്. കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെട്ടാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയിട്ട് മുട്ടിയെടുക്കാൻ നോക്കി, മുട്ടി കാണാനില്ല. അപ്പം ഞാൻ തൽക്കാലം ചകിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു വെട്ടിയത് താഴെ വീണു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള പശ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചകിരിയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ. ഇത് അത്യാവശ്യം കുറച്ച് മൂത്ത ചക്കയാണ് കേട്ടോ. കുരുവൊക്കെ നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയും തേച്ച് പിന്നെ അതിനെ ചെറുതായി നുറുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വട്ടത്തിൽ. ഞാൻ ഈ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് തൊട്ട് ഡിലീറ്റ് ആക്കിയതാണ്. കാരണം ഈ ഒരു പോർഷനിൽ ഞാനൊരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോപ്പിറൈറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു സോങ്ങാണ് വെച്ചത്. എന്നാലും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാം പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വോയിസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ വട്ടത്തിൽ നുറുക്കിയ എൻ്റെ തൊലി കളയലാണ് അടുത്ത പണി കേട്ടോ. അത് കുറച്ച് സിമ്പിളാണ്, പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുമാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഏകദേശം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത് ചെറുതായി നുറുക്കണം. അത് നുറുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നടുക്കുള്ള ഒരു ഭാഗമില്ലേ, അത് വെട്ടിക്കളയാനുള്ളതാണ് കേട്ടോ. അത് കാണുമ്പോഴൊക്കെ കഴിക്കാൻ കഴിക്കുന്നതാണെന്നൊക്കെ തോന്നും. അപ്പോൾ അത് എന്തായാലും വെട്ടിക്കളഞ്ഞിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെറുതായി നുറുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നുറുക്കിയിട്ടുണ്ട്. ചെറുതായി നുറുക്കിയ ശേഷം നമുക്ക് കഴുകിയെടുക്കാണ് കേട്ടോ. അതിന് കുറച്ച് വലിയ വട്ടയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നു. പിന്നെ ആ നമ്മൾ നുറുക്കി വെച്ച സാധനം അതിൽ കൊട്ടി നന്നായിട്ട് കഴുകണം കേട്ടോ. നല്ലപോലെ കഴുകണം, എല്ലാം ക്ലീൻ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. പിന്നെ നല്ലപോലെ കഴുകിയിട്ട് എടുത്ത് വാരി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് വേവിക്കാൻ വെക്കണം. എനിക്ക് കുറച്ച് നിറയെ കഷ്ണങ്ങളുള്ളതുകൊണ്ട് ഞാൻ കഴുകിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കറിയെല്ലാം വെക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ആ കഷ്ണങ്ങളൊക്കെ അതിലിടണം കേട്ടോ. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് പോരാന്ന് തോന്നിയിട്ട് നല്ലപോലെ വേവും വേണം കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും കുറച്ച് പണികൾ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഒരു മൂടി തേങ്ങയാണ് കേട്ടോ. ഒരു മൂടി തേങ്ങ നല്ല പൊടിയായി ചേരുവാൻ പറ്റിയ അങ്ങനെ ചേരുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് ജസ്റ്റ് വെള്ളം ചേർക്കാണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇടിച്ചെടുക്കണം. അതാണ് ഇടിച്ചക്കൻ്റെ പ്രത്യേകത. അപ്പം ഞാനിപ്പോൾ അമ്മിക്കല്ലുള്ളതുകൊണ്ട് അതിലാണ് കേട്ടോ ചതയ്ക്കാൻ വേണ്ടിയിട്ട് പോണത്. ഒരുപാട് ചതയുണ്ട്. എൻ്റെ കുറച്ചും കൂടി വെന്തത് കൊണ്ട് ഇത്തിരി തട്ടുമ്പോഴേക്കും നല്ലപോലെ ചതയുണ്ടായിരുന്നു. ഇനി നമുക്ക് അമ്മിക്കല്ല് ഇല്ല എന്നുള്ളവർക്ക് വന്നിട്ട് നമുക്ക് ഈസി ട്രിപ്പാണ്. നമ്മുടെ ക്ലാസ്സിൽ ആ ക്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുക. അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. എനിക്ക് ആ അമ്മിക്കല്ലിലിട്ട് അരയ്ക്കണേക്കാളും എനിക്ക് ഇതാണ് നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ട്. തേങ്ങ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ചെറിയുള്ളി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയുള്ളിയും തേങ്ങയും കൂടെ പൊടിച്ചതും പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, വറമുളകാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കൊണ്ട് കടുക്, ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുക കേട്ടോ. ഉലുവയും ചേർക്കാൻ ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ് ചതച്ചിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി. പിന്നെ വറമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അരച്ച് വെച്ച തേങ്ങയാണ് അതിൽ ചേർക്കണം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിലാണ് തലനാരിക്ക് രക്ഷപ്പെട്ടത്. പിന്നെ ഞാൻ മുളക് പോരാൻ വേണ്ടി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇടിച്ച് വെച്ച ചക്കയും കൂടി ഇട്ട ഏകദേശം ഒരു ഉപ്പേരിൻ്റെ പരുവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഉപ്പേരിന് തോരൻ അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ഇത് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു തേങ്ങ മിക്സൊക്കെ എല്ലാവരുടെയും ആവണ പോലെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ എന്ത് ഭക്ഷണം എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അത് ഉപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഒരു കഴിവ് എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈ ടാറ്റാ.